ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സൈക്കോളജിയുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത ചാപ്റ്റേഴ്സ് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഫസ്റ്റ് ചാപ്റ്ററായ വാട്ട് ഈസ് സൈക്കോളജിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് സൈക്കോളജി? ആ ചാപ്റ്ററിൽ സൈക്കോളജി ഫസ്റ്റ് അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നമുക്ക് ഫോക്കസ് ഏരിയ തന്നിരിക്കുന്ന ടോപ്പിക്കാണ് വാട്ട് ഈസ് സൈക്കോളജി. സൈക്കോളജി എന്താണ്? ദ ടേം സൈക്കോളജി ഡിറൈവ്ഡ് ചെയ്ത 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. സൈക്കി മീനിങ് സോളും ആൻഡ് ലോഗോസ് മീനിങ് സയൻസ് ഓഫ് എ സ്റ്റഡി ഓഫ് എ സബ്ജക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ പറയണം, സൈക്കോളജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫോർമുല ആസ് എ സയൻസ് വിച്ച് സ്റ്റഡി ചെയ്യുന്ന മെൻ്റൽ പ്രോസസ്, എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 3 കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ പ്രോസസ്സും എക്സ്പീരിയൻസും ആൻഡ് ബിഹേവിയർ. ഇനി നമ്മൾ ഈ പറഞ്ഞ മെൻ്റൽ പ്രോസസ്സും എക്സ്പീരിയൻസും ആൻഡ് ബിഹേവിയർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ മെൻ്റൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻ്റൽ പ്രോസസ്സ് റിലേറ്റ് ചെയ്തേക്കുന്നത് മൈൻഡിനോടും ബ്രെയിനിനോടുമാണ്. മെൻ്റൽ പ്രോസസ്സ് ഈസ് റിലേറ്റഡ് ടു മൈൻഡ് ആൻഡ് ബ്രെയിൻ. ഇറ്റ് എ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഓർ അവെയർനെസ് ആണ്. ഓക്കെ, പിന്നെന്താണ്? തിങ്കിങ്, നോയിങ്, പ്രിസർവിങ്, റിമെമ്പറിങ്, ലേണിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് ഇതൊക്കെ മെൻ്റൽ ആക്ടിവിറ്റീസാണ്. ഓക്കെ, മെൻ്റൽ ആക്ടിവിറ്റീസ് ആൻഡ് ബ്രെയിൻ ആക്ടിവിറ്റീസ് ആർ മ്യൂച്വലി ഓവർലാപ്പിംഗ് പ്രോസസ്സാണ്. മെൻ്റൽ ആക്ടിവിറ്റീസും ബ്രെയിൻ ആക്ടിവിറ്റീസും മ്യൂച്വലി ഓവർലാപ്പിംഗ് പ്രോസസ്സാണ്. ബട്ട് ദേ ആർ നോട്ട് ഐഡൻറ്റിക്കൽ അല്ല. മൈൻഡ് ഡസ് നോട്ട് ഹാവ് നമ്മുടെ മനസ്സിന് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറോ ലൊക്കേഷനോ ഇല്ല. അത് ബേസ്ഡ് ഓൺ നമ്മുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിരിക്കും. ബ്രെയിൻ ആക്ടിവിറ്റീസ് ക്യാൻ ബി ഒബ്സേർവ്ഡ് ആണ്. ഇറ്റ് ഗീവ്സ് ക്ലൂ തരും ആസ് ഹൗ നമ്മുടെ മൈൻഡ് മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പീരിയൻസ് ആർ സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, വി cannot ഡയറക്ട്ലി ഒബ്സർവ് നോ someone else experience. only the experiencing person can be aware of his experience. എന്താണ്? നമുക്ക് ആരുടെയും മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ മനസ്സിൽ വിചാരിക്കുന്നത് അയാൾക്ക് മാത്രമേ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്നും വെളിയിൽ നിന്ന് ഒരാൾക്കതൊന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. എന്താ അവർ ആലോചിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെയുണ്ട്. അങ്ങനെയുള്ള ഇതിനൊക്കെ ടോപ്പിക്കിനെ പറ്റി പഠിക്കുന്നതുകൊണ്ട്, ബട്ട് നമ്മളിവിടെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ദീസ് എക്സ്പീരിയൻസ് ആർ എംബഡഡ് ഇൻ അവർ അവെയർനെസ് ഓർ കോൺഷ്യസ്നെസ്. ഈ എക്സ്പീരിയൻസൊക്കെ എംബഡഡ് ചെയ്തേക്കുന്നത് ഇൻ അവർ അവെയർനെസ്സിലും കോൺഷ്യസ്നെസ്സിലുമാണ്. പിന്നെ എക്സ്പീരിയൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ചെയ്തേക്കുന്നത് ബൈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഓഫ് നമ്മുടെ എക്സ്പീരിയൻസ്. ഇൻറ്റേർണൽ ആണ് കണ്ടീഷൻ, അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയാം ലാസ്റ്റ് ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റെസ്പോൺസസ് ഓർ റിയാക്ഷൻ വി മേക്ക് ഓർ ആക്ടിവിറ്റീസ് വി എൻഗേജ് ഇൻ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ റെസ്പോൺസസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് വി മേക്ക്, നമ്മൾ ഓരോന്നുണ്ടാക്കി അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നമ്മൾ എങ്ങനെ എൻഗേജ് ചെയ്യുന്നു. ഓക്കെ, അതൊക്കെയാണ് ബിഹേവിയർ. മേ ബി സിമ്പിൾ ആവാം, കോംപ്ലക്സ് ആവാം, ഷോർട്ട് ഓർ എൻഡ്യൂറിങ് ആവാം. ഓക്കെ, ദർ ആർ 2 ടൈപ്സ് ഓഫ് ബിഹേവിയർ ഉണ്ട്, ഓവേർട്ട് ആൻഡ് കോവേർട്ട്. ഓവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എക്സ്റ്റേണൽ, പുറമേ നടക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ക്യാൻ ബി ഒബ്സർവബിൾ ആണ് ബൈ ഔട്ട്സൈഡേഴ്സിന്. അത് നമുക്ക് ഔട്ട്സൈഡേഴ്സിന് നമ്മൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വർക്കിംഗ്, ലാഫിങ്, ഈറ്റിംഗ് എക്സെട്ര. ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണാവുന്ന പ്രവൃത്തികളൊക്കെ ഇല്ലേ. ഇനി കോവേർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻറ്റേർണൽ ആണ്, കനോട്ട് ബി ഒബ്സർവ്ഡ് ബൈ ഔട്ട്സൈഡേഴ്സിന് ഇതൊന്നും ഒബ്സർവ് ചെയ്യാനേ പറ്റില്ല. എക്സാമ്പിൾ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് എക്സെട്ര. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത വാട്ട് ഈസ് സൈക്കോളജി എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 1 മാർക്കിനാണെങ്കിൽ ദ ടൈം സൈക്കോളജി ഡിറൈവ്ഡ് അതൊക്കെ എഴുതുക. പിന്നെ ഡെഫിനിഷൻ 1 അല്ലെങ്കിൽ 2 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ടൈം സൈക്കോളജി ഡെറൈവ് എന്നതിനെ പറ്റി പറയുക. പിന്നെ ഡെഫിനിഷനെ പറ്റി പറയുക. ഓക്കെ, അഥവാ ഇനി 5 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയാം അത്രയും ഇത് തന്നെ എഴുതണം, എന്നാലേ 5 മാർക്സ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോക്കസ് ഏരിയയിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ഓഫ് സൈക്കോളജി അഥവാ ഓർ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദ എമർജൻസ് ഓഫ് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് മെൻ്റൽ പ്രോസസ്സസ്, ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസസ് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു സെർട്ടൈൻ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഫിസിയോളജിയിലും ഫിസിക്സിലും ഒക്കെ സെർട്ടൈൻ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നു. ആസ് വെൽ ആസ് ടു ദ എഫേർട്സ് ഓഫ് വില്യം വൂണ്ടിൻ്റെ എഫേർട്സ് കൊണ്ടൊക്കെയാണ് ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ, വില്യം വൂണ്ടാണ് ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി കണ്ടുപിടിച്ചത്. ഏത് ഇയർ ആണെന്ന് ചോദിച്ചാൽ
1879. ഓക്കെ, ഏത് ഇയറാണ്? 1879. ആരാണ് ആദ്യമായിട്ട് സൈക്കോളജിക്കൽ ലബോറട്ടറി കണ്ടുപിടിച്ചത്? വില്യം വൂണ്ട്. ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും അവിടുന്ന്. പിന്നെ എന്താണ്? ദ എവല്യൂഷൻ ഓഫ് സൈക്കോളജി ക്യാൻ ബി ട്രേസ്ഡ് ഇൻ മേജർ സ്കൂൾസ് ഓഫ് സൈക്കോളജിക് തോട്ട്സ് ഒക്കെ പഠിപ്പിക്കുന്ന സ്കൂൾസിലാണ്. ഇനി പറയാൻ പോകുന്നത് സ്ട്രക്ചറലിസത്തെ പറ്റിയാണ്. സ്ട്രക്ചറലിസം എന്താണ്? അത് പ്രൊപ്പോസ്ഡ് ചെയ്ത ആരാന്നറിയോ? ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ വില്യം വൂണ്ടാണ് അതും പ്രൊപ്പോസ് ചെയ്ത്. സ്ട്രക്ചറലിസത്തെ പറ്റി ഹി സ്റ്റഡി എന്താണ്? വില്യം വൂണ്ട് അതിനെപ്പറ്റി പഠിച്ചത് സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി സ്റ്റഡി സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറാണ്. അത് ഏത് മെത്തേഡ് യൂസ് ചെയ്താണ്? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് വില്യം വൂണ്ട് എന്താണ് സ്ട്രക്ചറലിസത്തെ പറ്റി സ്റ്റഡി ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ എന്താണ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഓർ സബ്ജക്റ്റ് ഇൻ സൈക്കോളജിക്കൽ എക്സ്പീരിമെൻറ്റ്സ് ആർ ആസ്ക്ഡ് ടു ഡിസ്ക്രൈബ് ദെയർ ഓൺ മെൻ്റൽ പ്രോസസ്സിനെ പറ്റിയും എക്സ്പീരിയൻസിനെ പറ്റിയും ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും സയൻറ്റിഫിക്കൽ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇനി ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ വില്യം ജെയിംസ് ആണ് അത് പ്രൊപ്പോസ്ഡ് ചെയ്ത്. വില്യം ജെയിംസ് ആൻഡ് ജോൺ ഡീവി. ഓക്കെ, ആരൊക്കെയാണ്? 2 പേരാണ് ഫങ്ഷണലിസം പ്രൊപ്പോസ്ഡ് ചെയ്ത്, വില്യം ജെയിംസും ജോൺ ഡീവിയും. ഓക്കെ, ദേ സ്റ്റഡി ദ ഫങ്ഷൻ ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസസ്. എന്താണ് അവർ ഇതിനെപ്പറ്റി പഠിച്ചത്? ഫങ്ഷൻ ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസും ഫങ്ഷനും ഇൻ ഹൗ പീപ്പിൾ എങ്ങനെയാണ് നേച്ചറുമായിട്ട് എന്താണ് പീപ്പിൾ ഡീൽ ചെയ്യുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത്. ഓക്കെ, ഇത് ഷോ ദ അഡാപ്റ്റേഷൻ എങ്ങനെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ എന്താണ് ഹ്യൂമൻ ബീഹേവിയറിൽ ചേഞ്ചസ് ഒക്കെ വരും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ദ സ്കൂൾ വാസ് പ്രൊപ്പോസ്ഡ് ബൈ കൊഫ്ക, കോഹ്ലർ ആൻഡ് വെതേർമേൻ. ഓക്കെ, ഇത് സ്കൂൾ വാസ് പ്രൊപ്പോസ്ഡ് ചെയ്തേക്കുന്ന കൊഫ്ക, കോഹ്ലർ ആൻഡ് വെതേർമേൻ. ഇത് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ പെർസെപ്ഷനിലാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അക്കോർഡിംഗ് ടു ഗസ്റ്റാൾട്ട് സൈക്കോളജി അനുസരിച്ച് ദ വോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. എന്താണ്? അക്കോർഡിംഗ് ടു ഗസ്റ്റാൾട്ട് സൈക്കോളജി അനുസരിച്ച് ദ വോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സിനെക്കാളും വോൾ ഗ്രേറ്റർ ദാൻ. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി എക്സ്പീരിയൻസ് ഈസ് മോർ ദാൻ ദ ഇൻപുട്ട് റിസീവ്ഡ് ഫ്രം അവർ എൻവോൺമെൻറ്റ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാളും എന്താണ് നമ്മുടെ ഇൻപുട്ടിൽ അത് നേച്ചറിൽ തന്നെ അത് റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാൾ കൂടുതൽ. ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചത്. എക്സ്പീരിയൻസ് ഈസ് ഹോളിസ്റ്റിക് ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബിഹേവിയറിസം. അത് പ്രൊപ്പോസ്ഡ് ചെയ്ത ആരാണ്? ജോൺ വാട്സൺ ആൻഡ് സ്കിന്നറാണ്. അപ്പോൾ എന്താണ് ബിഹേവിയറിസം പ്രൊപ്പോസ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ പറയണം ജോൺ വാട്സൺ ആൻഡ് സ്കിന്നർ. അക്കോർഡിംഗ് ടു ദിസ് സൈക്കോളജി എന്താണ് മസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഒബ്സർവബിളും വെരിഫയബിളും ആയിട്ടുള്ളതിനൊക്കെയാണ് ബിഹേവിയറിസം ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇനി സൈക്കോ അനലൈസിസ് എന്ന് പറഞ്ഞാൽ അത് പ്രൊപ്പോസ് ചെയ്തേക്കുന്ന ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഹി ഫോക്കസ്ഡ് ഓൺ അൺകോൺഷ്യസ് മൈൻഡിലും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലൊക്കെയാണ് എന്താണ് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇനി ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ റിവോൾട്ട് ചെയ്യുന്നത് സൈക്കോ അനലൈസിസിനും ബിഹേവിയറിനും എതിരായിട്ടുള്ള ഒരു റിവോൾട്ടാണ് പ്രൊപ്പോസ് ചെയ്തേക്കുന്ന കാൾ റോഗേഴ്സ് ആൻഡ് എബ്രഹാം മാസ്ലോയാണ്. ഓക്കെ, എന്താണ് ഇറ്റ് സ്റ്റേറ്റഡ് ദാറ്റ് ഫ്രീ വിൽ ഓഫ് ഹ്യൂമൻ ബീങ്സിന് ഫ്രീ വിൽ ദെയർ നാച്ചുറൽ ടൈം ടു ഗ്രോ ചെയ്യാനുള്ള നാച്ചുറൽ ടൈം ആൻഡ് അൺഫോൾഡ് ദെയർ ഇന്നർ പൊട്ടൻഷ്യലൊക്കെ അൺഫോൾഡ് ചെയ്തു. ഓക്കെ, ഫർദർ കോജിനേറ്റീവ് പെർസ്പെക്റ്റീവ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ഗസ്റ്റാൾട്ട് അപ്രോച്ച്. കോജിനേറ്റീവ് പെർസ്പെക്റ്റീവ് വാസ് എ കോമ്പിനേഷൻ ഗസ്റ്റാൾട്ട് അപ്രോച്ചിൻ്റെ ഒരു കോമ്പിനേഷൻ ആൻഡ് സ്ട്രക്ചറലിസം ആൻഡ് ഫോക്കസ് ഓൺ ഹൗ ആൻ ഇൻഡിവിജ്വൽ പ്രിസീവ് ദ വേൾഡിനെ പ്രിസീവ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയാണ്. ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് കോജിനേറ്റീവ് സൈക്കോളജി, ബയോളജിക്കൽ സൈക്കോളജി, ഡെവലപ്മെൻറ്റ് സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ക്രോസ് കൾച്ചറൽ ആൻഡ് കൾച്ചറൽ സൈക്കോളജി, എൻവയോൺമെൻറ്റ് സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി, ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി ആൻഡ് ലാസ്റ്റ് വൺ സ്പോർട്സ് സൈക്കോളജി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ കോജിനേറ്റീവ് സൈക്കോളജിയാണ്. ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഓൺ ഫൈൻഡിങ് ആൻഡ് ഹൗ ഇൻഫോർമേഷൻ റിസീവ്ഡ് ചെയ്യുന്നു, പ്രോസസ്ഡ് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു അലോങ് വിത്ത് ഇറ്റ്സ് യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, ഇനി കോജിനേറ്റീവ് സൈക്കോളജിസ്റ്റ് ഓഫ്റ്റൻ കൊളാബറേറ്റ് വിത്ത് ന്യൂറോ സയൻറ്റിസ്റ്റ് ആൻഡ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റൊക്കെ ആയിട്ടാണ് ഓഫൻ കോജിനേറ്റീവ് സൈക്കോളജിസ്റ്റ് കൊളാബറേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ? ന്യൂറോ സയൻസിസ്റ്റ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിസ്റ്റ്. ഇത് ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? ഫൈൻഡിങ് ഹൗ ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രോസസ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ അത് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഓക്കെ, അലോങ് വിത്ത് യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ.
ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബ്രാഞ്ച് ബയോളജിക്കൽ സൈക്കോളജിയാണ്. ഇറ്റ് ഫോക്കസസ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിഹേവിയർ ആൻഡ് ഫിസിക്കൽ സിസ്റ്റം ഇൻക്ലൂഡിങ് ദ ബ്രെയിൻ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം, ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ജെനറ്റിക്സ്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിഹേവിയറും ആൻഡ് ഫിസിക്കൽ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്ന ബ്രെയിൻ ആൻഡ് റെസ്റ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ജെനറ്റിക്സ് ഒക്കെയാണ്. ബയോളജിക്കൽ സൈക്കോളജിസ്റ്റ് ഓഫ്റ്റൻ കൊളാബറേറ്റ് വിത്ത് ആരുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്? ന്യൂറോ സയൻറ്റിസ്റ്റ്, സുവോളജിസ്റ്റ് ആൻഡ് ആന്ത്രോപോളജിസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ബ്രാഞ്ച് ഡെവലപ്മെൻറ്റ് സൈക്കോളജി ആണ്. ഇറ്റ് സ്റ്റഡീസ് ഹൗ ഹ്യൂമൻ ബീങ് ഗ്രോ ആൻഡ് ചേഞ്ചസ് ത്രൂ ദ ലൈഫ് സ്പാൻ ഫ്രം കൺസെപ്ഷൻ ഓഫ് ഓൾഡ് ഏജ്. ഇത് സ്റ്റഡി ചെയ്യുന്ന ഹൗ ഹ്യൂമൻ ബീങ് ഗ്രോ ചെയ്യുന്നു ആൻഡ് ചേഞ്ചസ് ത്രൂ അവരുടെ ലൈഫ് സ്പാനിൽ വരുന്ന ചേഞ്ചസും ഫ്രം കൺസെപ്ഷൻ ഓഫ് ഓൾഡ് ഏജ് വരെ. ഓക്കെ. ഇനി നെക്സ്റ്റ് സോഷ്യൽ സൈക്കോളജി. ഇറ്റ് സ്റ്റഡീസ് പീപ്പിൾസ് തോട്ട്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അവരതിനെപ്പറ്റി സ്റ്റഡി നടത്തുവാണ്. ഹി ഇൻഫ്ലുവൻസ് വൺ അനദേഴ്സ് ബിഹേവിയർ ആൻഡ് തിങ്കിങ്. ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഒരാളുടെ ബിഹേവിയറിനെയും തിങ്കിങ്ങിനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്രോസ് കൾച്ചറൽ ആൻഡ് കൾച്ചർ സൈക്കോളജി. ഹ്യൂമൻ ബിഹേവിയർ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് കൾച്ചർ. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കൾച്ചറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. സോ ഇറ്റ് സ്റ്റഡീസ് ദ റോൾ ഓഫ് കൾച്ചർ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയർ, തോട്ട് ആൻഡ് ഇമോഷൻ. ഓക്കെ. അപ്പോൾ അത് സ്റ്റഡി ചെയ്യുന്ന റോൾ ഓഫ് കൾച്ചർ എന്താണ്? അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയർ, അണ്ടർസ്റ്റാൻഡ് തോട്ട്, ഇമോഷനൊക്കെയാണ്. നെക്സ്റ്റ് എൻവയോൺമെൻറ്റ് സൈക്കോളജി. ഇറ്റ് സ്റ്റഡീസ് ദ ഇൻട്രാക്ഷൻ ഓഫ് physical factors such as temperature, humidity, pollution and natural disasters on human behavior വരുന്ന ചേഞ്ചസ്. ഓക്കെ. ഹെൽത്ത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോക്കസ് ഓൺ ദ റോൾ ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, എക്സാമ്പിൾ സ്ട്രെസ്, ആൻസൈറ്റി, ഡെവലപ്മെൻറ്റ്, പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൽനെസ്. അതൊക്കെയാണ് ഹെൽത്ത് സൈക്കോളജിയിൽ വരുന്നത്. ഇനി ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് കോസസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെയൊക്കെ ഡീൽ ചെയ്യുന്നതാണ്. ഓക്കെ. ക്ലിനിക്കൽ. ഇനി കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി ഡീൽ വിത്ത് പീപ്പിൾ ഹു ഹാവ് ലെസ് സീരിയസ് പ്രോബ്ലംസ് ലൈക്ക് മോട്ടിവേഷണൽ, ഇമോഷണൽ പ്രോബ്ലംസിനൊക്കെയാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കാണും. പിന്നെ ചിലർക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്താൽ മതി, അവർക്ക് ലൈഫ് പിന്നെ അത്. ഓക്കെ. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ or organizational psychology are concerned with training employees, improving work condition and developing criteria for selecting employees. ഇപ്പോൾ ട്രെയിനിങ് എംപ്ലോയീസ് ഞാൻ പറയാം, നമ്മുടെ മാർക്കറ്റിംഗ് കമ്പനിക്കാർ വരില്ലേ, അവരൊക്കെ ട്രെയിനിങ് എംപ്ലോയീസ് ആണ്. അവരുടെ ഇമ്പ്രൂവിങ് വർക്ക് കണ്ടീഷൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഡെവലപ്പിംഗ് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനൊക്കെയുള്ള ക്രൈറ്റീരിയ. പിന്നെ they deals with the workplace behavior, focusing on both the workers and organization that employ them. They deal with workplace behavior, വർക്ക്പ്ലേസിലെ ബിഹേവിയറും ഫോക്കസിങ് ഓൺ ബോത്ത് വർക്കേഴ്സിലും പിന്നെ അവരുടെ ജോലിയിലും ഒക്കെ ഫോക്കസ് ചെയ്യും. അപ്പോൾ അതിനാണ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി പ്രൈമർലി ഹെൽപ്പ് ഡെവലപ്പ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് യൂസ് ടു ട്രെയിൻ പീപ്പിൾ ഇൻ ബോത്ത് എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് സെറ്റിങ്സ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ എന്താണ് പ്രൈമറി ഹെൽപ്പ് ഡെവലപ്പ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സും മെറ്റീരിയൽസ് യൂസ് ടു ട്രെയിൻ പീപ്പിളിനെ ബോത്ത് എഡ്യൂക്കേഷനായിട്ടും വർക്ക് സെറ്റിങ്സിലൊക്കെ ട്രെയിൻ ചെയ്യും. സ്പോർട്സ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് അപ്ലൈ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ടു ഇംപ്രൂവ് സ്പോർട്സ് പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ബൈ എൻഹാൻസിങ് ദെയർ മോട്ടിവേഷൻ വഴി. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത് സ്പോർട്സ് സൈക്കോളജി. ഇനി ഇത്രയും പാർട്ട് 1 ആണ്. ഇനിയും 3 ടോപ്പിക്സും കൂടി റിമൈനിങ് ഉണ്ട്. അത് നെക്സ്റ്റ് പാർട്ട് 2 ഞാനിടാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യാം, താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കും.